Welcome to BSc Main Physics, Semester 5, Paper 2, Research, Statistical Physics, Research Methodology and Disaster Management. Today the class number 24, Scope for Future Study of Research. Scope for Future Study of Research. അപ്പോൾ ഫ്യൂച്ചർ സ്റ്റഡിയുടെ സ്കോപ്പ് എന്താ റിസർച്ചിൻ്റെ അതിനെപ്പറ്റിയുള്ള ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. Explain the scope for future study of a research problem. ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഭാവിയിൽ പഠിക്കുന്നതിനുള്ള സാധ്യത, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതേക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. The scope of a study explains the extent to which the research area will be explored in the work and specifies the parameters within the study will be operating. What is the scope of future study? The scope of future study explains the extent to which the research area will be explored. അപ്പോൾ നമ്മൾ ഗവേഷണം നടത്തിയ ആ മേഖല എന്തുമാത്രം വ്യാപിപ്പിക്കാം അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. ആൻഡ് ഇറ്റ് സ്പെസിഫൈസ് പാരാമീറ്റേഴ്സ് വിത്തിൻ ദ സ്റ്റഡി വിൽ ബി ഓപ്പറേറ്റിംഗ്. ഏതെല്ലാം പാരാമീറ്ററിൽ ഒതുക്കിയാണ്, ഏതെല്ലാം പാരാമീറ്ററുമായിട്ട് വേരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്റ്റഡി പുരോഗമിക്കുന്നത് എന്നാണ് ഈ സ്കോപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുക. Basically, this means that you will have to define what the study is going to cover and what it is focusing on. Similarly, you also have to define what the study is not going to cover. This will come under the limitations. Generally, the scope of a research paper is followed by its limitations. Basically, scope means that you will have to define what the study is going to cover and what it is focusing on. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റഡി കവർ ചെയ്യാൻ പോകുന്നത്, എന്തിലാണത് കേന്ദ്രീകരിക്കുന്നത്, അതിനെപ്പറ്റിയല്ലേ സ്കോപ്പിനകത്ത് നമ്മൾ പറയാൻ കഴിയണം. Similarly, you also have to define what the study is not going to cover. അപ്പോൾ സ്കോപ്പ് പറയുമ്പോൾ ഇതുകൂടി പറയണം, ഏതെല്ലാം ടോപ്പിക് ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല, എന്തെല്ലാം കവർ ചെയ്യുന്നു, അതിനൊപ്പം തന്നെ എന്തെല്ലാം ടോപ്പിക് കവർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാവുന്നതാണ്. ദിസ് വിൽ കം അണ്ടർ ദി ലിമിറ്റേഷൻസ്. ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഏതെല്ലാം ഭാഗത്തേക്ക് ഈ സ്റ്റഡി പോകില്ല എന്നുള്ളതിനെയാണ് നമ്മൾ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പരിധികൾ, അതിൻ്റെ പോരായ്മകൾ. ജനറലി ദ സ്കോപ്പ് ഓഫ് എ റിസർച്ച് പേപ്പർ ഈസ് ഫോളോഡ് ബൈ ലിമിറ്റേഷൻസ്. ഇപ്പോൾ സ്കോപ്പിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ് ലിമിറ്റേഷൻസ്. സ്കോപ്പ് എവിടെയൊക്കെ പോകാമെന്ന് കാണിക്കുന്നത്, ലിമിറ്റേഷൻ എവിടെയൊക്കെ പോകാൻ പറ്റില്ല, സാധിക്കില്ല എന്ന് കാണിക്കുന്നത്. As a researcher, you have to be careful when you define your scope or area of focus. Remember that if you broaden the scope too much, you might not be able to do justice to the work, or it might take a very long time to complete. Consider the feasibility of your work before you write down the scope. Again, if the scope is too narrow, the findings might not be generalizable. ഇപ്പോൾ സ്കോപ്പിൻ്റെ പ്രത്യേകതയാണ്, ആസ് എ റിസർച്ചർ യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു ഡിഫൈൻ ദ സ്കോപ്പ് ഓർ ഏരിയ ഓഫ് ഫോക്കസ്. നമ്മൾ റിസർച്ചിൻ്റെ ഏത് ഭാഗത്താണ് കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, ലിമിറ്റേഷൻസ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് പരിധി വിട്ടി പോകാനായിട്ട് സാധ്യതയുണ്ട്. റിമെമ്പർ ദാറ്റ് ഇഫ് യു ബ്രോഡൻ ദ സ്കോപ്പ് ടു മച്ച് യു മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഡു ജസ്റ്റിസ് ടു യുവർ വർക്ക്. ഇപ്പോൾ നമ്മൾ സ്കോപ്പ് ഒന്ന് വ്യാപകമാക്കിയാൽ, ബ്രോഡനാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വർക്കിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ കുറേ അധികം സമയമെടുക്കും. ഇറ്റ് മൈറ്റ് ടേക്ക് എ വെരി ലോങ് ടൈം ടു കംപ്ലീറ്റ്. വളരെ കൂടി സമയമെടുക്കും. കൺസിഡർ ദ ഫീസിബിലിറ്റി ഓഫ് യുവർ വർക്ക് ബിഫോർ യു റൈറ്റ് ഡൗൺ ദി സ്കോപ്പ്. ഇപ്പോൾ സ്കോപ്പ് നമ്മൾ എഴുതുമ്പോൾ ഇത് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചുകൂടി ചിന്തിക്കണം. Again, if the scope is too narrow,
ഇപ്പം സ്കോപ്പ് ബ്രോഡാകുന്നത് പോലെ തീരെ ഇടുങ്ങിയതാണെങ്കിൽ ടു നാരോ ആണെങ്കിൽ ദ ഫൈൻഡിങ്സ് മൈറ്റ് നോട്ട് ബി ജേർണലൈസബിൾ. അപ്പോൾ നമ്മുടെ ഈ റിസർച്ചിൻ്റെ സ്കോപ്പ് വളരെ ഒരു നാരോ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു സാമാന്യവൽക്കരണത്തിന് അനുയോജ്യമായിരിക്കില്ല. അപ്പോൾ ജേർണലൈസ് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ചുകൂടി വൈഡായിരിക്കണം, പക്ഷേ വളരെ വൈഡാകാൻ പാടില്ല. ഒരു മീഡിയം റേഞ്ചിൽ വേണം റിസർച്ച് പുരോഗമിക്കാൻ. അതിൻ്റെ സ്കോപ്പ് വളരെ കൂടാനും പാടില്ല, തീരെ നാരോ ആകാനും പാടില്ല. Typically, the information that you need to include in the scope would cover the following. Typically, the information that you need to include in the scope would cover the following. General purpose of the study, the population or sample that you are studying. ഇപ്പോൾ സ്കോപ്പിനകത്ത് നമ്മൾ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ചേർക്കേണ്ടത്? ജനറൽ പർപ്പസ് സ്റ്റഡി, നമ്മുടെ പഠനത്തിൻ്റെ ഒരു പൊതുവായ ഉദ്ദേശം. നമ്പർ 2, ദ പോപ്പുലേഷൻ ഓഫ് സാമ്പിൾ ദാറ്റ് യു ആർ സ്റ്റഡിങ്. നമ്മൾ ഏത് വിഭാഗത്തെയാണ്, ഏത് സാമ്പിളിനെയാണ്, ഏത് പോപ്പുലേഷനെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് എല്ലാം ഉൾപ്പെടുത്തലാണ് റിസർച്ചിനകത്ത്. പിന്നെ വേണ്ടത് ദ ഡ്യൂറേഷൻ ഓഫ് ദി സ്റ്റഡി. ഇപ്പോൾ കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നീണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ സാധാരണ ഒരു സയൻറ്റിഫിക് റിസർച്ച് 5-6 വർഷങ്ങളെടുക്കും. അതിൽ കൂടുതൽ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. ദ ടോപ്പിക്സ് ഓർ തിയറീസ് ദാറ്റ് യു വിൽ ഡിസ്കസ്, അതേക്കുറിച്ച് നമ്മൾ ശരിക്ക് ഈ സ്കോപ്പിനകത്ത് അറിഞ്ഞിരിക്കണം. ദ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ കവേർഡ് ദി സ്റ്റഡി. ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും ഈ സ്റ്റഡിയുടെ ഒരു ഫാക്ടറാണ്. To learn in depth how you can write an engaging introduction section, check out the designed check out this ആ സെക്ഷൻ അത് വേണമെന്നില്ല. അതിന് മുമ്പിലത്തെ സ്ലൈഡിൽ കൊണ്ട് നമുക്ക് നിർത്താവുന്നതാണ്. യു ഹിയർ